10-11 വർഷം മുമ്പ് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും ഇത്രയും പ്രിപ്പറേഷൻ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. ഇതിപ്പോ ഒരു മാസമായിട്ട് എഴുത്തും കുത്തും വായനയും തലകുത്തി നിന്നുള്ള പ്രിപ്പറേഷനാണ്. 2024 മെയ്യിൽ ആൻഡമാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ എടുത്തു വെച്ച കണ്ണടയാണ്. പിന്നെ ഇപ്പോഴാണ് ഒന്ന് എടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്ത് വെക്കുകയാണ്. എന്തിനെന്നല്ലേ, ഞങ്ങളൊരു ട്രിപ്പുമാണ് ഗൈസ്. ഒരു മാസം മുമ്പേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കറക്റ്റ് തലേ ദിവസം തന്നെ ഇന്ത്യൻ റെയിൽവേ ഞങ്ങളെ ചതിച്ചു. 2-3 കൊല്ലമായിട്ടുള്ള ഞങ്ങൾ ആഗ്രഹമാണ് ഒരു ഇന്ത്യൻ റെയിൽവേ ഞങ്ങളെ ചതിച്ചാലും ഞങ്ങൾ നിന്നു കൊടുക്കില്ലെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മലപ്പുറത്തിൻ്റെ ആ നോല് പറയുമെങ്കിലും നമ്മൾ കോഴിക്കോടുകാരെ വിട്ടുകൊടുക്കാത്ത നമ്മൾ കോഴിക്കോടിൻ്റെ എയർപോർട്ടിൻ്റെ അത്ര ഒന്നും വരൂല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് എയർപോർട്ടിനെ തള്ളി മറിക്കുന്നതിനോടൊപ്പം ട്രോളി മാറി മാറി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണിത്, ഒരു വൈബ് കിട്ടുന്നില്ലല്ലേ. കുറേ ആളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സുഖമുള്ളൂ. അതെന്തെങ്കിലും ആയിട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾ എന്തോ വലിയ ഇൻ്റർനാഷണൽ കാര്യം ചർച്ച ചെയ്യാൻ തോന്നുന്നുണ്ടല്ലേ. പക്ഷേ ഇതൊന്നുമല്ല, വെറുതെ ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാൾ കൂടുമ്പോൾ വായനോട്ടം ഒരു രസമാണ്. അതുകൊണ്ട് എല്ലാവരും ചിലർ വായനോട്ടം ഉണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലുള്ള സമയമായി നമ്മളിത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഫ്ലൈറ്റിലാണ് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. ഒരു 6 മാസം മുമ്പ് ഞാൻ മൂപ്പരെ കാണാനൊന്ന് പോയപ്പോൾ ഞാനും ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ഫ്ലൈറ്റിൽ പോയ സമയത്ത് കപ്പിൾസൊക്കെ ഇങ്ങനെ തോളിൽ ചാരി കിടന്നൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ ഗൈസ്? എനിക്കുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ആ വിഷമം ഈ ഫ്ലൈറ്റോട് കൂടി ഞങ്ങൾ തീർത്തു. മുംബൈ എയർപോർട്ട് ഇറങ്ങി ഞങ്ങൾ നേരെ KFC തപ്പി നടക്കുകയാണ്. ഒരു KFC കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റെക്കായി നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഈ എയർപോർട്ടിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരേ ഒരു ഫുഡ് KFC മാത്രമാണ്. എല്ലാവരും വളരെ ഫ്ലോപ്പ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു മീൽസാണിത്. അന്ന് അവരുടെ അഭിപ്രായം കേട്ടപ്പോഴേ എനിക്കിതൊന്ന് കഴിച്ചു നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് സാധിക്കുന്നത്. ഒരു ട്രിപ്പ് കഴിച്ചിട്ട് വിശപ്പ് മാറാത്തപ്പോൾ വീണ്ടും വാങ്ങിക്കൊണ്ടു വന്ന് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നങ്ങ് തട്ടി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒടുക്കത്തെ കാത്തിരിപ്പായിരുന്നു. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു, കണ്ണൂർ ടു മുംബൈ, മുംബൈ ടു ഡൽഹി. മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് വളരെ ലേറ്റ് ആയിട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ സമയം ഇരുന്നു, കുറേ സമയം കിടന്നു. ചായൻ്റെ ഒക്കെ റേറ്റ് നോക്ക് ഗൈസ്, എന്തല്ലേ. ഉച്ചക്ക് 1:30 കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയ ഞങ്ങൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കാത്തിരുന്ന് ഡൽഹി എത്തിയപ്പോഴേക്കും പുലർച്ചെ ഒരു 2 മണി 3 മണി ആയിട്ടുണ്ടായിരുന്നു. ഡൽഹി എയർപോർട്ട് ആദ്യമായിട്ട് കണ്ടതിന് ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുള്ളിച്ചാടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളെ ബാഗൊക്കെ കിട്ടി ഞങ്ങളിത് ഇറങ്ങി പുറത്തേക്ക് പോവാണ്. പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എങ്ങോട്ടാണ് പോയതെന്നല്ലേ പറഞ്ഞുതരാം. അടുത്ത വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു.